ഹായ്, ഇപ്പൊ സമയം ഏകദേശം രാവിലെ 7 മണി. ഇന്ന് രാവിലെ ഞാൻ ഏകദേശം 6:30 എഴുന്നേറ്റാണ്. 6:30 എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഏറ്റവും കണ്ടത് ഷെഫ് പിള്ളേരുടെ അടുത്ത് ആരോ ഫുഡ് കഴിക്കുന്നതാണ്. രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ടുള്ള ക്രേവിങ്സ് ആണ് അവിടെ പോയി കഴിക്കണമെന്ന്. അപ്പൊ പിന്നെ നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് രാവിലെ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എനിക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. അപ്പൊ രാവിലെ ഞാൻ ഇവിടുന്ന് ലേ മെറിഡിയനിലുള്ള നമ്മുടെ ഷെഫ് പിള്ളേർ റെസ്റ്റോറന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയായിട്ട് നമ്മുടെ ഡിനി ചേച്ചിനെയും പിക്ക് ചെയ്തിട്ടാണ് പോണത്. അപ്പൊ നമ്മള് പെരുമ്പാവൂര് ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിനെയും ചേച്ചിയുടെ റിലേറ്റീവ്സിനെ ഒക്കെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് പകരം 2-3 പേരായി ഗായ്സ്. അയ്യോ വണ്ടി. അപ്പൊ നമ്മള് കഴിക്കാൻ പോണം. എനിക്ക് തോന്നുന്നത് പെരുമ്പാവൂരിന്ന് ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ മേലെ ഉണ്ട് ലീ മെറിഡിയനിലേക്ക്. കുണ്ടന്നൂർ ഭാഗത്താണ് ലീ മെറിഡിയൻ തന്നെ. ലീ മെറിഡിയന്റെ ഭാഗത്താണ് ഷെഫിളുടെ റെസ്റ്റോറന്റ് തന്നെ. അപ്പൊ നമ്മൾ ഓൺ ദ വേ ആണ്. ബാക്കി വീഡിയോ ഞാൻ അവിടെ നിന്ന് കാണിച്ചില്ല. ആരൊക്കെ പുറകെ കിടന്ന് കാണാൻ ഓണ്ടിയുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല. ഏകദേശം 1/4 മണിക്കൂറായി അവിടെ നിന്ന് പോകുന്നുണ്ട്. ചേച്ചി ചിരിച്ചോണ്ടിരിക്കണ എന്താ പറയുക, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിത് കണ്ടോ റിഫൈനറിയുടെ അവിടെയൊക്കെ എത്തി. നല്ല ബ്ലോക്ക് ഈ സമയമുണ്ട്. സമയം ഏകദേശം 8 മണി ആവാറേ. അപ്പൊ ഓഫീസ് ടൈം സ്കൂൾ ടൈം ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ്. ഒരാളെ കൂടി റൂട്ടിൽ കിട്ടിയിട്ടുണ്ട്. ചേച്ചിയുടെ പ്രൊഫഷണൽ വീഡിയോഗ്രാഫറാണ്. ഹായ് എന്റെ കയ്യില് ഗിംബലൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. എന്താ പറയാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണതിന്റെ പ്രിപ്പറേഷൻ ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. റോട്ടിലെ അവസ്ഥ കാണിച്ചു തരാം. റോട്ടില് തിരക്കും ഇല്ലോ, ഇത്രയും തിരക്കാന്ന് കേട്ടോ. ഞാൻ ഈ തിരക്കാകുമ്പോ കാണിച്ചു തരാം. റോട്ടില് കുറച്ചും കണ്ടെയ്നേഴ്സ് കാര്യങ്ങളൊക്കെ കാണട്ടോ. നമുക്ക് റിഫൈനറിയുടെ വഴി പോകുന്നുണ്ട്. എല്ലാം റീഫിൽ ചെയ്യാൻ വേണ്ടി വന്ന് ഇറക്കണയാണ്. റോട്ടില് തിരക്കായി തുടങ്ങിയിട്ട്. ആണോ, സോറി ഗൈസ്. എന്നാ ശരി. അങ്ങനെ ടീച്ചർ ആയതുകൊണ്ടുള്ള ഇതാണ് കേട്ടോ. എല്ലാം അറിയാം. അങ്ങനെ ലീ മെറിഡിയൻ എത്തിയിട്ടുണ്ട്. കണ്ടോ, ലീ മെറിഡിയന്റെ അകത്താണ് ഷെഫിളുടെ റെസ്റ്റോറന്റ്. നമ്മൾ അതിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഗേറ്റൊക്കെ അടച്ചിട്ട് എന്ത് കിണ്ടിയാണ്. ഏറ്റവും വലിയ തമാശ ഇവിടെ നമ്മൾ സെക്യൂരിറ്റി പറയാ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ ഇല്ലാന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാത്തിനും ഉത്തരവാദി ചേച്ചിയാണ്. എവിടെ സൈഡിൽ ഒടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കയറി നോക്കാൻ പോകണത്തേക്ക് എന്താ അവസ്ഥ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പട്ടണയും പരിവട്ടാണ് ഗൈസ്. നമ്മളങ്ങനെ ലീ മെറിഡിയനിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, ലീ മെറിഡിയന്റെ ഫ്രണ്ടിലുണ്ട്. നേരെ ഓപ്പോസിറ്റ് ക്രൗൺ പ്ലാസ ആണ്. നമുക്ക് ഇവിടെ നല്ല രസം സ്റ്റേ ചെയ്ത്. ഞാൻ ഒരു തവണ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ വ്യൂ ഉള്ളത്. നമ്മൾ താർന്നാട്ടോ വന്നത്. ചേച്ചിയുടെ താർന്നാണ് വന്നത്. ഇത്രയും പേരുണ്ട് താറിനകത്ത്. യൂട്യൂബർ ഇറങ്ങി വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ എൻട്രൻസ് ഇതാണ് കേട്ടോ ലീ മെറിഡിയൻ്റെ. എൻ്റെ ഷെഫ് പിള്ളേ റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണ് വരുന്നത്. അത് ഞാൻ കയറുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ ആരൊക്കെ വന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇവിടുന്ന് ഒരു മണി ലഞ്ച് കഴിച്ചിട്ടുണ്ട് നമ്മുടെ ഷെഫ് പിള്ളേ റെസ്റ്റോറൻറ്റിൽ നിന്ന്. അപ്പോൾ അവിടുത്തെ ചോറ് പ്ലസ് ഫിഷ് നിർവ്വാന സംഭവമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ അതാരൊക്കെ കഴിച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും കഴിച്ചിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ. ഈ കാണുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരാൾ ഗിംബലും പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. നടപടി ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കയറി പോകുമ്പോൾ ഷെഫ് പിള്ളേരുടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. മനസ്സിലാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. മനസ്സിലാവാത്തവർക്ക് കാണിച്ചു തരാം. ഇൻട്രൊഡക്ഷൻ ഒന്നുണ്ട്. ഫസ്റ്റ് വന്ന വഴി തന്നെ വണ്ടിയുടെ വീഡിയോ എടുത്ത് തുടങ്ങാൻ വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പോൾ വണ്ടിയുടെ വീഡിയോ ചോദിച്ച് യാത്രയും തീറ്റയുടെ വീഡിയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് റെസ്റ്റോറൻ്റ് അകത്തേക്ക് കയറാം. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ്. കണ്ടോ, യൂട്യൂബർ തന്നെ പറയാം. യൂട്യൂബർ തന്നെ പറയാനുള്ളത്. വളരെ നല്ല അഭിപ്രായം. ഇവിടുത്തെ ഏറ്റവും രസം ഇവിടുത്തെ പുറത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യാൻ അത്യാവശ്യം നല്ല അടിപൊളിയാന്ന് തോന്നണേ. ഞാൻ സ്റ്റേ ചെയ്യാത്തൊന്നും ഞാൻ പറയുന്നില്ല. കണ്ടോ, ഇപ്പൊ ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വാട്ടർമെലൻ ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട്. പ്ലേറ്റ് ഒക്കെ ഉണ്ടോ, നല്ല രസം കേട്ടോ. സ്വർണ്ണത്തിന്റെ സ്പൂണൊക്കെ പോകുമ്പോൾ ഒരെണ്ണം കൊണ്ടുപോകാന്ന് ഓർത്തു പോക്കറ്റിലൊക്കെ ഇട്ട്. അപ്പൊ ഇതാണ് അവസ്ഥ. വേറെ ഒരുപാട് ആൾക്കാർ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിക്ക്. സോ നമ്മൾ ഷെഫ് പിള്ളയില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. കണ്ടവരുടെ മെനു ഇതാണ്. നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നവന്റെ സെൽഫി അല്ലാത്ത മോന്ത. ഇത് പിന്നെ ഇടൂലാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇവനെ കൊണ്ട് ഇടിക്കും. ഇത് വേൾഡ് ഫേമസ് ഡിജിറ്റൽ മാർക്കറ്റർ അർജുൻ, അശോകനല്ല VB.
അർജന്റീസിന്റെ ആയിട്ട് ആക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. വീഡിയോ വേണ്ടി യുഎസിൽ നിന്ന് രണ്ടുപേർ ഇറക്കിയിട്ടുണ്ട്. അതെ, ഇവിടെ വന്നിരുന്നിട്ട് 10-20 മിനിറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സ്റ്റാർട്ടർ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് കുറച്ച് ജ്യൂസുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിന് ഭയങ്കര മധുരം. ഇത് വനില മിൽക്ക് ഷേക്ക്. ഇത് കുഴപ്പമില്ല, മധുരം കുറവ്. അത് വാട്ടർമെലൺ ജ്യൂസാണ്. പിന്നെ കട്ട് ഫ്രൂട്ട്സും കൊണ്ടുവച്ചിട്ടുണ്ട്. ഓരോ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട് അത് കണ്ടോ. എന്റെ എഡിറ്റർ ഓരോ ഫുഡ് കഴിയുന്തോറും അടുത്തടുത്ത ഫുഡുകൾ വന്നുകൊണ്ടിരിക്കണം. നല്ല ഇഡ്ഡലി വന്നിട്ടുണ്ട്, ചട്നി കാര്യങ്ങളൊക്കെ. സാമ്പാർ ഒരപ്പുറം കൊണ്ടുപോകണം വെച്ചത്. നല്ല പട. ഷെഫ് പിള്ളേ റെസ്റ്റോറൻറ്റ് പറഞ്ഞ് ഷെഫ് പിള്ളേനെ കടില്ല എന്ന് പറയണ്ട. ഇതാണ് നമ്മുടെ ഷെഫ് പിള്ളേ സാറ്. പുള്ളി രാവിലെ വന്നിട്ടുണ്ട്. ഷെഫ് പിള്ളേ റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ളയുടെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ്. എന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവച്ചല്ലേ. രാവിലെ ഫിഷ് നിർവാന കിട്ടാത്തതുകൊണ്ട് അയിലക്കറി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ടോ. ഫിഷ് നിർവാനയുടെ റെപ്ലിക്ക അയിലക്കറി. ഇത് തനി നാടനാണ്. എങ്ങനെ കഴിച്ചാൽ നോക്കട്ടെ. കൈ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു ലോഡ് ഫുഡ് ഉണ്ടായി. ഫുഡൊക്കെ കഴിച്ച് വയറ് അറിഞ്ഞു. അതേണ്ടോ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.